ഓക്കെ വിജി, നമ്മൾ ലാസ്റ്റില് കാലഭൈരവ സാധനയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നിർത്തി. തുടർന്നോളൂ. അപ്പോ കാലഭൈരവ സാധന എനിക്ക് തോന്നുന്നത് ഇതെല്ലാം എന്നെ ഗുരുവിലേക്ക് എത്തിക്കാനുള്ള ഒരു ചവിട്ടു പടികൾ ആയിരുന്നു എന്നാണ്. കാരണം ഇതൊന്നും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻവിസിബിൾ ആയിട്ട് എന്നെ അതിലേക്ക് എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രപഞ്ച ശക്തി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഞാന് സദ്ഗുരുവിന്റെ വീഡിയോസും കാണുന്നുണ്ടായിരുന്നു. അതായത് തസ്മൈ ഗുരുജി എനിക്ക് ആരാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനു മുന്നേ ഞാൻ അതായത് ഇഷ ജനിക്കുന്ന അതിനു മുന്നേ തന്നെ സദ്ഗുരുവിന്റെ വീഡിയോസും ഈ അവിടുത്തെ സോങ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഇഷയ്ക്ക് പേരിടാൻ തന്നെ കാരണം അവിടുത്തെ ഇഷ ഫൗണ്ടേഷൻ ആ ഒരു പേര് നല്ലതായിട്ട് തോന്നിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇഷയ്ക്ക് ഇഷ കോലിയാടൻ എന്ന് പേരിട്ടത് പോലും. അങ്ങനെ ഞാന് ഇവിടെ ടൊറന്റോയില് സദ്ഗുരു വരുന്നുണ്ട്, അപ്പൊ അവിടെ പോയാലോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരുന്ന ആ ഒരു സമയത്തും കൂടിയാണ് ഞാൻ ഈ തസ്മൈ ഗുരുജീന്റെ ശിഷ്യന്റെ ഒരു വീഡിയോ കാണുന്നതും പിന്നെ ഞാൻ അതിലോട്ട് പോയി. അതിലോട്ട് എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോ തന്നെ ആ ഒരു എന്താ കണക്ഷൻ ഫീൽ ചെയ്തു. അതായത് നമ്മളുടെ എനിക്കുണ്ടായിരുന്ന എല്ലാ ചോദ്യത്തിനും, അതായത് എന്റെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ ചോദ്യത്തിനും എനിക്കുള്ള ഉത്തരം കിട്ടി. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും സാധാരണ ഈ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ എല്ലാവരും ചോദിക്കുന്നത്. അതിനുള്ള ഒരു സംതൃപ്തമായിട്ടുള്ള ഉത്തരം എനിക്ക് എന്റെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നവരുടെ അവരും എനിക്കൊരു ഉത്തരം പറഞ്ഞു തരും, അതിലും എനിക്കൊരു സംതൃപ്തി കിട്ടിയില്ല. പക്ഷെ എല്ലാത്തിനും ശരിയായിട്ടുള്ള, അല്ലാതെ ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം എനിക്ക് ഗുരുവിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞങ്ങള് മെഡിറ്റേഷൻ തുടങ്ങണം. അപ്പൊ അതിനൊരു റൂള് 10 ദിവസം ക്ലാസ് കേൾക്കണം, അതുപോലെ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും നമ്മൾ അനുഷ്ഠിക്കണം. ഇതാണ് ആകെ ഇതിന്റെ ഒരു എന്താ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇത് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുടുംബവും കൂടെ വേണം. കാരണം നമ്മളൊരു ഓർബിറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഞാന് വിവാഹം കഴിക്കുന്നതോടെ എന്റെ ഓർബിറ്റ് എന്ന് പറഞ്ഞാല് ഹസ്ബൻഡും മകളുമാണ്. വിവാഹത്തിന് മുന്നേ ആണെങ്കിൽ എന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങനെയൊക്കെ ആണ് വരുന്നത്. അപ്പോ ഫസ്റ്റ് ഓർബിറ്റ് എപ്പോഴും, അതായത് ഒരു വണ്ടി ഓടിക്കുന്നത് പോലെയാണ്, അതിന്റെ എല്ലാ ടയറും ഒരുപോലെ ഓടണം. അപ്പോ മെഡിറ്റേഷൻ ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്താലാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് കുടുംബത്തിനോട് ഞാൻ ചോദിച്ചു. ആദ്യം ഞാനാണ് തുടങ്ങിയത്. ഞാനൊരു 3 സൈക്കിളോളം ചെയ്തപ്പോ ഇഷ അടുത്ത് വന്നു. ഇഷ എപ്പോഴാ തുടങ്ങിയ? ജൂൺ 9 തുടങ്ങി 2024. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തുടങ്ങി. അങ്ങനെയാണ് എല്ലാവരും നമ്മള് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓർബിറ്റ്, അതായത് ഇപ്പൊ ഒരു 3 ചക്രമുള്ള വണ്ടിയാണ് ഓട്ടോറിക്ഷ. നമ്മളുടെ ഓട്ടോറിക്ഷ ആദ്യം ഒരു ടയർ വെച്ച് ഓടിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് ഓടിച്ചു. പിന്നെ ഒരു രണ്ടാമത്തെ ടയർ കൂടെ റെഡിയായി, അപ്പൊ 2 ടയർ വെച്ച് ഓടിച്ചു. പിന്നെ 3 ടയർ ആയപ്പോ സ്മൂത്ത് ആയിട്ട് പോവാൻ തുടങ്ങി. ഹനുമാനാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആ ഓട്ടോറിക്ഷ. സത്യം, അതെ. ആ സമയത്ത് അതും പറയാം, ഹനുമാൻ ചാലീസ ഞാൻ കേൾക്കാൻ തുടങ്ങി. അതായത് ഈ എല്ലാ വിഘ്നങ്ങളും, വിഘ്നേശ്വരനുണ്ട് നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി തരാൻ. പക്ഷെ ഹനുമാൻ ഭഗവാനും കാലഭൈരവ ഭഗവാനും പിടിച്ചാല് അല്ലെങ്കിൽ വിളിച്ചാല് വിളി കേൾക്കുമെന്നുള്ളത് ഞാൻ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി. അപ്പോ പണ്ട് മുതലേ എന്താ നല്ല കാര്യങ്ങൾ കേട്ടാല് ഞാൻ അതിന്റെ പുറകെ പോകും. അതായത് നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അതാണ് എന്നെ ട്രിഗർ ചെയ്തൊരു കാര്യം കൂടെ അതാണ്. ഞാൻ പഠിക്കാൻ അത്യാവശ്യം മോശമില്ലായിരുന്നു, നല്ല രീതിയിൽ പഠിച്ചെങ്കിലും എന്തുകൊണ്ട് എനിക്ക്
ലൈഫ് നോളജ് അല്ലെ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് അതിന് ആരോട് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതൊരു എന്താ കറക്റ്റ് ആയിട്ടൊരു അഡ്വൈസ് കിട്ടാൻ ഒരു വഴിയും ഇല്ലാതെ വഴിമുട്ടി നടന്ന സമയത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ എത്തിപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഇത് തസ്മൈ സൂം ക്ലാസ്സിൽ നോട്ട് ഓൺലി സ്പിരിച്വാലിറ്റി, ഗുരുജി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഏറ്റവും നല്ലതായിട്ട് ജീവിക്കണം, പല്ല് തേക്കുന്നത് മുതൽ കുളിക്കുന്നത് മുതൽ എല്ലാം മെഡിറ്റേഷൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ക്ലാസ്സിൽ 3 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ട്, 80-90 വയസ്സായ ആൾക്കാരും ഉണ്ട്. അപ്പൊ എല്ലാവരെയും കുടുംബസമേതം ഇരുത്തി എടുക്കുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിൽ നിന്നും എല്ലാവർക്കും കിട്ടേണ്ടത്, നമുക്കിപ്പോ ഉള്ളിൽ ഒരു ചോദ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ യാദൃച്ഛികമായിട്ട് അത് ഗുരുജി തന്നെ അതിന് ഉത്തരം പറയും. അതെ, അവിടെ തന്നെ വരും. അത് യൂണിവേഴ്സൽ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം വിത്തിൻ, അതായത് വിരലിൽ എണ്ണാവുന്ന ദിവസം എന്നാ ഗുരുജി പറയുന്നത്, അതിന്റെ ഉള്ളിൽ തന്നെ ആക്ടിവേറ്റ് ആവും. ഇത് വർഷങ്ങളോളം കഠിനമായ സാധനകൾ ചെയ്താൽ മാത്രമാണ് ഈ നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആസ്ട്രൽ ബോഡി ഒന്ന് എന്താ മൂവ് ആവുന്നത് തന്നെ. പക്ഷെ ഇത് ആ ഒരു തപശക്തി കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും, ഞാൻ പറഞ്ഞു, ഓരോ യൂണിക് അനുഭവമാണ്. ഇഷയ്ക്ക് രണ്ടും കിട്ടുന്നുണ്ട്, ആസ്ട്രൽ വിഷൻസും ഉണ്ട്, മൂവ്മെന്റ്സും ഉണ്ട്, ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഹസ്ബൻഡിന് വിഷൻസ് ആണ് കൂടുതൽ, എനിക്ക് നേരെ തിരിച്ച്, എനിക്ക് ആസ്ട്രൽ മൂവ്മെന്റ്സ് ആണ് കൂടുതൽ. അതായത് ആസ്ട്രൽ ട്രീറ്റ്മെന്റ്. അതായത് ഞാന് 22ാമത്തെ ദിവസം ഞാൻ മെഡിറ്റേഷൻ തുടങ്ങി, 22ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ ഹെഡ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് 20 ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നല്ല സന്തോഷമാണ്. അത് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ, സാധാരണ കണ്ണടച്ചാല് നമുക്ക് എന്താ ഫുൾ ഇരുട്ടായിരിക്കും അല്ലേ, ഒരാള് കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ടായിരിക്കും. പക്ഷെ നമ്മള് മെഡിറ്റേഷൻ ചെയ്യാൻ സണ്ണിന്റെ മുന്നിൽ കസേരയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ പോയിരുന്ന് നമ്മൾ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു പ്രകാശമാണ് നമ്മൾ കാണുന്നത്. ഒരു കണ്ണ്, അത് ഗുരുവിന്റെ കണ്ണുകളാണ് നമ്മൾ കാണുന്നത്, ഗുരുവിന്റെ ത്രിനേത്രം. ആ കണ്ണുകളിലൂടെയാണ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, യൂണിവേഴ്സിലോട്ട് പോവുക. പിന്നീട് എനിക്ക് അത് അതായത് ഒരു ഫസ്റ്റ് ഡേ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് എൻ്റെ ഈ ഞാൻ അവിടെ ഇല്ലാത്തൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതായത് സൗണ്ട് എല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സൗണ്ടും അറിയുന്നുണ്ട്, പക്ഷെ വളരെ ലൈറ്റ് ആയിട്ട് ഒരു സ്പേസ്, ആ ഒരു, അതായത് ഈ തലയ്ക്ക് മേലോട്ടുള്ള ഭാഗം എനിക്ക് അറിയുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല്. പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞാല് വളരെ സന്തോഷം. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾക്ക് അല്ലെങ്കിൽ ലോയറിന് മെയിൽ അയക്കണം, ഞാന് മെയിൽ അയക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ലോയറിന്റെ റിപ്ലൈ വരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അതിന്റെ റെസ്പോൺസ് ഓൾറെഡി, അത് പ്രപഞ്ചം ഇടപെടുന്നതിന്, അതെ, മാനിഫെസ്റ്റ് അല്ല ഇത് നമ്മളുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോ നമ്മൾ നല്ലതായിട്ട്, ഇപ്പൊ നല്ലൊരു മക്കളുണ്ട്, നല്ല മക്കൾക്ക് വേണ്ടത് അമ്മയെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ യൂണിവേഴ്സ് നമുക്ക് വേണ്ടത് ഇപ്പൊ ഓരോന്നോരോന്നായിട്ട്, ഈ ഞാൻ പറയില്ലേ 3 ചക്രവും ശരിയായിട്ട് വന്നപ്പോഴത്തേക്കും ആ വണ്ടി സ്മൂത്തായി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ കാര്യങ്ങൾ falling in the right place. That's what I would say. Okay. പിന്നെ ആസ്ട്രൽ മൂവ്മെന്റ്സ്, കമ്മിങ് ബാക്ക്, ആസ്ട്രൽ മൂവ്മെന്റ്സ് 22nd ഡേ എന്റെ ഹെഡ് ഇങ്ങനെ തീയാണ് ചെയ്തത്. അത് മാത്രമേ ഫസ്റ്റ് ഡേ സംഭവിച്ചുള്ളൂ. അപ്പോ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരാനായിരുന്നു. എനിക്ക് അതിന് തൊട്ട് ദിവസം മുന്നേ തന്നെ ഒരു ഇൻഡ്യൂഷൻ പോലെ വന്നായിരുന്നു,
22nd ഡേയിൽ നിനക്ക് എന്തോ സർപ്രൈസ് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം വരാൻ പോകുന്നു എന്ന് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയായിരുന്നു. 22nd ഡേ ആണ് എന്റെ ഹെഡ് മൂവ്മെന്റ്സ് ആണ് തുടങ്ങിയത്. ഹെഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് എനർജി അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടല്ലോ. അപ്പോ എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്റെ ഈ ബാക്ക് ഏരിയയിലും ഹെഡും ഒക്കെ നല്ല രീതിയിൽ ചെയറിന്റെ ബാക്കിൽ വെച്ചിട്ടുള്ള പ്രസ്സിങ്സ്, പിന്നെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ആയിരുന്നു ഫസ്റ്റ് 2-3 സൈക്കിൾസിൽ. പിന്നെ അത് കഴിഞ്ഞൊരു 4th 5th സൈക്കിളൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റുള്ള ആസ്ട്രൽ യോഗ ചെയ്തു തുടങ്ങി. അതായത് എന്നെ ഞാനല്ല മൂവ് ചെയ്യിക്കുന്നത്, ഐ എം ജസ്റ്റ് സിറ്റിംഗ് ദയർ. ആ ഒരു പ്രകാശം നമ്മളെ ഉള്ളിൽ വന്നിട്ട് ഗൈഡ് ചെയ്യുക നമ്മളെ, ഹൗ ടു മൂവ്. അതെനിക്ക് കാണാതെ അറിയില്ല, ഞാൻ പോലും ചെയ്തിട്ടില്ലാത്ത ആസ്ട്രൽ മൂവ്മെന്റ്സ് എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതായത് ആസ്ട്രൽ യോഗ. അപ്പൊ സ്നോ ക്ലിയർ ചെയ്യുന്ന ആള് വണ്ടർ അടിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. അത് ഞങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ പറയും, അതായത് അവര് കനേഡിയൻസാ. അപ്പൊ പുള്ളി ഇതുപോലെ വന്നിട്ട് ഡോണ്ട് യു ഫീൽ കോൾഡ്, ഹൗ യു ആർ ഏബിൾ ടു ലൈക്ക് ഹൗ യു ആർ മാനേജിങ് ലൈക്ക്. ഞാൻ അവരോട് പറഞ്ഞു, അവർക്കൊക്കെ അറിയാം ഞാനിങ്ങനെ മൂവ്മെന്റ്സ് ഇത് ഞാൻ വോളണ്ടറി ചെയ്യുന്നതല്ല, ഇൻവോളണ്ടറി ആണ് ഞാൻ. അഥവാ നിങ്ങളെ കണ്ടാലും ചിലപ്പോ ഞാൻ ചിരിച്ചൊന്നും ഇരിക്കൂല. ഓൾറെഡി അവരടുത്ത് പറഞ്ഞ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പുറമേ ഉള്ളവർ വന്നാലും നമ്മൾ ആ ഒരു 45 മിനിറ്റ്സ് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുക. അപ്പൊ യൂണിവേഴ്സ് എന്താണോ നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്ത്, ഇപ്പൊ എനിക്കിപ്പോ എന്റെ ഫോർ എക്സാമ്പിൾ മേ ബി എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് തലയിൽ എന്തെങ്കിലും ബ്ലോക്സ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് ഇന്നേ തന്ന് എന്നെ ഫിറ്റ് ആക്കുക. ഡേ ബൈ ഡേ എനിക്ക് എന്താണോ വേണ്ടത്, ഒരു ഫുൾ ബോഡി സ്കാനിങ്. നമുക്ക് സാധാരണ MRI CT സ്കാൻ ഒക്കെ അല്ലേ അറിയാം. യൂണിവേഴ്സിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അപ്പോ എന്താണോ എനിക്ക് വേണ്ടത് ആ ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുന്നു. അതുപോലെ ഹസ്ബൻഡിന് വിഷൻസ് ആണ്, അത് പുള്ളി പറയും, പുള്ളിയുടെ വിഷൻസ്. എനിക്ക് വിഷൻസ് അധികം ഇല്ല, പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സിൽവർ ലൈനിങ് പോലത്തെ ഒരു പാത്തി കൂടെ പോകുന്നു. അതുപോലെ ആ ഒരു ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ബ്രൈറ്റ് ലൈറ്റ്, ചിലപ്പോ ആ ബ്രൈറ്റ് ലൈറ്റിൽ നമ്മളങ്ങ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആവും. പിന്നെ ഞാൻ ശിവഭഗവാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ ക്ലോസപ്പ് അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ശിവഭഗവാൻ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോ കാണുന്ന പോലത്തെ അതും എനിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്നെ റിയലൈസ് ചെയ്തു തന്നതാ. അങ്ങനെ ഡിവൈൻ വിഷൻസ്. പക്ഷെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു, കൈലാസമാണെന്നൊന്നും അറിയില്ല. പക്ഷെ കൈലാസത്തിൽ ഇവർ രണ്ടുപേരും പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടാവും, എനിക്ക് അത് ഇത്രയും കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഗുരുദേവനെ കണ്ടിട്ടുണ്ട്. ഗുരുദേവന്റെ നിഴല് പോലത്തെ രൂപം. അതും മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുന്നേ ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഗുരുദേവൻ, അതായത് ഞാനൊരു കുട്ടിയെ പോലെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഗുരുദേവന്റെ ആ നിഴല് പോലത്തെ ഒരു രൂപം ഫ്രണ്ടില്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം ആസ്ട്രൽ മൂവ്മെന്റ്സ് തന്നെ. ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് സർക്കുലർ മൂവ്മെന്റ്സ് ഞാൻ ചെയ്യും. അത് നോർമലി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നോർമലി അതായത് സ്പൈറൽ മൂവ്മെന്റ്സ് അത് ഓൾമോസ്റ്റ് ഒരു 1 day or 2 times ഒരു 45 മിനിറ്റ്സ് അത്രയില്ല, ഒരു കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഒരു 40 മിനിറ്റ്സ് എന്ന് തന്നെ പറയാം. അത്രയും സമയം ഞാൻ നിന്ന് കറങ്ങി. അതായത് ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് എങ്ങനെയാണോ സ്പിൻ ചെയ്യുന്നത് ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ഈ 2 കൈയും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് കറങ്ങിയിട്ടുണ്ട്. അപ്പോ ആലോചിച്ച് നോക്കി, അത് ആ പ്രപഞ്ചത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് സാധിക്കുന്നത്. തെയ്യം കറങ്ങുന്നത് കണ്ടിട്ടില്ലേ, സ്പീഡില്. സൂഫിസത്തിലെ സ്പൈറൽസിലൂടെയാണ് അവർ മെഡിറ്റേറ്റ് ചെയ്ത് ഒരു പോയിന്റ് ബിന്ദുവിലെത്തുന്നത്.
അതൊരു ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഓ റീച്ചിങ് ഹയർ കോൺഷ്യസ്നസ്. ഓക്കെ. അപ്പോൾ വിജി, വാട്ട് ചേഞ്ചസ് നിങ്ങൾ എന്ത് നിങ്ങളുടെ ആ ഒരു മെൻ്റലി ആൻഡ് ഇമോഷണലി ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ എങ്ങനെ അവിടെ ഒരു ഇൻഫ്ലുവൻസ് വന്നു ഒന്ന് പറയാമോ? മെൻ്റൽ ആൻഡ് ഇമോഷണൽ. mental and emotional, it's very very like unbelievable changes ആണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് സോൾവ് ആയി വരുന്നു. ഒരു പ്രോബ്ലം, അതായത് പ്രോബ്ലംസ് വരില്ല എന്നല്ല, പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ നമുക്ക് നേരിടാനുള്ള മനസ്സും അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ വിത്തിൻ ടൈം ഫ്രെയിം നമുക്ക് നമ്മുടെ മുന്നിൽ എത്തുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ്, ഒരു അദൃശ്യമായ ശക്തി നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. വേറെന്താ, മെന്റൽ എന്താ ഫാമിലി ബോണ്ടിങ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മുമ്പൊക്കെ ഇപ്പൊ ഞാനും ഹസ്ബൻഡും തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് പോലും. അങ്ങനെ അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, എന്തിനാണ് കുട്ടി ഉണ്ടാകുന്നത്, എന്തിനാണ് കുട്ടി, ഇപ്പൊ ഒരാള് കല്യാണം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിനുള്ള ഉത്തരങ്ങളൊക്കെയാണ് എനിക്ക് ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ വൺസ് നമ്മൾ കമ്മിറ്റഡ് ആയി, കല്യാണം കഴിച്ചു, അപ്പോ എങ്ങനെ നമ്മൾ ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോ എങ്ങനെ ത്യാഗത്തിലൂടെ പോകണം. ഇപ്പോ എല്ലാവരും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്താ സമരം ചെയ്യുന്നവരാണ് ഇല്ലേ ഇപ്പോഴത്തെ പൊതുവെ. എന്താ ഹസ്ബൻഡിനെക്കാളും ഞാൻ വലുത്, ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ എന്നെക്കാളും ഹസ്ബൻഡ് വലുത്, ആ ഒരു ഈഗോ ഇഷ്യൂ സാധാരണമാണ്. അപ്പോ അതൊക്കെ നമുക്ക് എന്താ ബാലൻസ് ചെയ്ത് ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എല്ലാം പഠിപ്പിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളില് നമ്മൾ MBBS പഠിച്ചാലും എഞ്ചിനീയറിംഗ് പഠിച്ചാലും അല്ലെങ്കിൽ ഈവൻ ഡോക്ടറേറ്റ് എടുത്താലും ആ ഒരു സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നു എന്നല്ലാതെ ഈ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ ആരും ഒരു പുസ്തകത്തിലും പഠിപ്പിക്കുന്നില്ല. അപ്പോ ഈ ഒരു ടൈപ്പ് സ്പിരിച്വാലിറ്റി എന്നതിലുപരി ഒരു ലൈഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ലൈഫ് എഡ്യൂക്കേഷൻ ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു ഓൾ. ഇറ്റ് ഈസ് ദ റൈറ്റ് ഫോർ എവ്രി വൺ. ഇപ്പൊ എൻ്റെ മകൾക്ക് എനിക്കത് 7ാമത്തെ വയസ്സിൽ കൊടുക്കാൻ സാധിച്ചു എന്നതിൽ ഞാൻ ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു ഗുരുജി ആൻഡ് യൂണിവേഴ്സ്. കാരണം എൻ്റെ 7ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയില്ല. എൻ്റെ 30s ഞാൻ ഈ പാതയിലെത്തിയത്. അപ്പോ ആ ലോങ് ടൈം ഐ വാസ് സഫറിങ്. ബട്ട് ഇതെനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ I should have avoided all those sufferings, right? So, ഇതുപോലെ ഫോർ എക്സാമ്പിൾ റൈറ്റ് നൗ ഇതൊരു ട്രെൻഡ് പോലെയാ, സ്ട്രെസ്, ഡിപ്രഷൻ, സൂയിസൈഡ്. ഇപ്പോൾ എവിടെ നോക്കിയാലും കുട്ടികളിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്, മയക്കുമരുന്ന്, അങ്ങനത്തെ ഒരുപാട് എവിടെ നോക്കിയാലും ഇഷ്യൂസ് ആണ്. മാരേജിലായാലും ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്, അതാണ് ആ റൂട്ട് കോസ് ആണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ എല്ലാ പ്രോബ്ലംസിനും റൂട്ട് കോസ് നമ്മൾ ധർമ്മത്തിലല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ധർമ്മം എന്ന് ഉദ്ദേശിച്ചത് യൂണിവേഴ്സൽ ലോസ് ഉണ്ട്, നമുക്ക് സോഷ്യൽ ലോസ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സൽ ലോ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഓരോ സ്ട്രഗിൾസ് ലൈഫിൽ വരുന്നത്. നമ്മൾ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ലൈഫും സ്മൂത്ത് ആയിട്ട് പോകും. ഫോർ എക്സാമ്പിൾ എല്ലാ ജീവജാലങ്ങളും, ഫോർ എക്സാമ്പിൾ അനിമൽസിന് പോലീസ് സ്റ്റേഷൻ ഇല്ല, അനിമൽസിന് ഹോസ്പിറ്റൽ ഇല്ല, കെയർ ഹോംസ് ഇല്ല, അവർക്ക് നമ്മളുടെ പോലെ ഒരു മാരേജ് ചട്ടക്കൂട് അങ്ങനത്തെ ലോസ് അങ്ങനെ ഒന്നുമില്ല.
പക്ഷെ അവരെല്ലാരും ഹാപ്പിയാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഏറ്റവും ഇന്റലക്ച്വൽ ലിവിങ് ബീയിങ് ആണ്. പക്ഷെ എല്ലാ സകലമാന പ്രോബ്ലംസും, ഫോർ എക്സാമ്പിൾ ഇപ്പോ വാർ നടക്കുന്നു ഇല്ലേ, അവിടെ എല്ലായിടത്തും പ്രോബ്ലംസ് ആണ്. മെന്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് ഇല്ലാത്ത ഒരു വ്യക്തിയും ഇല്ല. രാവിലെ പറയും ഓഫ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് സം കൈൻഡ് ഓഫ് ലൈക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി മാൻഡേറ്ററി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ലൈഫില് എനിക്ക് ഇതിൽ വന്നിട്ട് ഈ സ്പിരിച്വൽ സ്പിരിച്വൽ റൂട്ടിൽ വന്നിട്ട് എനിക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് പക്ഷെ എനിക്കൊരു ഐറോണിക്കലി ഞാന് ഇത്രയും സമയം കഴിഞ്ഞ് കാനഡയിൽ എത്തിയിട്ടാണ് തിരിച്ച് ബാക്ക് ടു റൂട്ട്സ് പോയത്. ഞാൻ അവിടെ ഒക്കെ എന്താ നടന്നപ്പോഴും എനിക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചു, എനിക്ക് അതാ വിഷമം, ഞാൻ എന്തിന് ഇത്രയും പഠിച്ചു, ഈ മെയിൻ കാര്യങ്ങൾ പഠിക്കാതെ ഈ നമ്മുടെ എന്താ ചരക സുശ്രുത ഗുരുക്കന്മാരും ഈ ശ്രീനാരായണ ഗുരുവും ശങ്കരാചാര്യരും അങ്ങനത്തെ മഹാന്മാര് പല പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇത് വയസ്സാവുമ്പോ 10-80 എന്താ പറയാ മരിക്കാനാവുമ്പോഴാണ് എല്ലാവരും ആത്മീയത തേടി പോകുന്നത് അല്ലേ? ഒരു സമയമുണ്ട് വിജി, ആ സമയം അത് നമ്മളുടെ മുജ്ജന്മ സംസ്കാരവും ഇതൊക്കെ ആയിട്ട് നമ്മളുടെ കാർമ്മികമായിട്ടുള്ള കർമ്മ ബേൺ ചെയ്യുന്ന പീരീഡ് ഇതുമായിട്ടൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ ആ സമയം വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഉൾവിളി വരും. അപ്പം ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 20 വയസ്സിൽ യോഗിയായി പോകുന്നവരുണ്ടാവാം. ചിലര് 65 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും റിയലൈസ് ചെയ്യാതെ മരിച്ചു പോകുന്നവരുണ്ടാവാം. ചിലര് 60 വയസ്സാവുമ്പോൾ പെട്ടെന്ന് ഹറിബറിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നവരാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ മുജ്ജന്മ സംസ്കാര എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എത്രയും ഏർലി തുടങ്ങിയാല് അത്രയും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇഷയ്ക്ക് ഇപ്പൊ അവള് ഏജ് 7 തുടങ്ങി, അവൾക്ക് ഇനിയും ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് അവൾക്ക് ഇതിൽ തന്നെ ഇനി കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോ കറന്റ്ലി ഐ എം ഡൂയിങ് റിസർച്ച് ഓൺ സ്പിരിച്വാലിറ്റി. തസ്മയില് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്. അപ്പോ വിത്ത് ഗോഡ്സ് ഗ്രേസ് വി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബി ദ പാർട്ട് ഓഫ് R&D team. സോ അങ്ങനെ ഇപ്പോ അതായത് സയന്റിഫിക് രീതിയിൽ തന്നെ സ്പിരിച്വാലിറ്റി നമുക്ക് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ റിസർച്ചിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതിന്റെ സ്റ്റഡീസും നടക്കുന്നുണ്ട്. ഒരു സ്റ്റഡി ഓൾറെഡി കഴിഞ്ഞു, സ്ട്രെസ് ആൻഡ് സ്ലീപ്പ്, ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ലീപ്പ് ബൈ SMS മെഡിറ്റേഷൻ. അത് പബ്ലിഷ് ആയിട്ടുണ്ട്, അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോ അങ്ങനെ മൊത്തത്തില് ആസ് ഏർലി നമുക്കിത് നമ്മുടെ കുടുംബത്തിലോട്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. വിജിക്ക് മെഡിറ്റേഷനിലൂടെ എങ്ങനെ ഒരു നല്ലൊരു പേരന്റ് ആവാൻ പറ്റി, അതിനെ പറ്റി ഒന്ന് പറയാം. ഹൗ യു ഇൻഫ്ലുവൻസ് യുവർ പാരന്റിങ്? മെഡിറ്റേഷൻ ഇൻഫ്ലുവൻസ് യുവർ പാരന്റിങ്? പാരന്റിങ്ങിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ നമ്മുടെ മക്കളുടെ അടുത്ത് പറയുന്നത് നല്ല രീതിയിൽ പഠിക്കണം, നമ്പർ 1 ആകണം, എന്താ നല്ല ജോലി വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എന്താ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്നോടായാലും എന്റെ പാരന്റ്സ് പറഞ്ഞത് അതാണ്, നീ നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ അന്ന് എന്റെ തലയിൽ കയറി ഓക്കെ, ഞാൻ കാരണം പക്ക മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അപ്പോ നമ്മള് രണ്ടുപേരായാലും അങ്ങനെ തന്നെയാണ്, വലിയ ഹാഷ് ബുഷ് ടീം അങ്ങനെയൊന്നും അല്ല. നമ്മള് നല്ല മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പഠിത്തം ഒന്നുകൊണ്ട് മാത്രം ഈ ഒരു നിലയിലെത്തിയതാണ്. അപ്പോ പഠിത്തത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്.
പക്ഷെ പാരന്റിങ്ങില് ഞാൻ ബിഫോർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഇനി എൻ്റെ മകളുടെ അടുത്തായാലും എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, നീ നല്ല രീതിയിൽ പഠിക്കണം, എന്നാലേ നല്ല ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എല്ലാം നമ്മളത് പറഞ്ഞൊരു ഇമ്പോസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഇതില് നമ്മള് ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കിയപ്പോഴാണ് മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കാരണം ഇതേ കോമ്പറ്റീഷൻ ആയിരിക്കും അവൻ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് ജോലി സ്ഥലത്തായാലും പിന്നെ ആ മത്സരമായിരിക്കും. എനിക്ക് നല്ല റേറ്റിംഗ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നാമനാവണം. അപ്പോൾ എവിടെയും മറ്റുള്ളവനെ ചവിട്ടി താഴ്ത്തുക, എനിക്ക് ഉയർന്നു വരിക എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള ലോകത്ത് കാണുന്നത്. ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി പൊതുവെ ആർക്കും ഇല്ല. ചിലപ്പോൾ കാശ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. അതല്ലാതെ റിയലായിട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇല്ലാന്നല്ല, ഞാൻ അങ്ങനെ ആരെയും അധിക്ഷേപിച്ചു അങ്ങനെ ഒന്നും പറയുന്നതല്ല. ജെന്യുവിൻ ആയിട്ട് ചെയ്യുന്നവര് ഒരുപാട് ഉണ്ടാവും. പക്ഷെ പൊതുവെ ഞാൻ പറയാ, കുട്ടികളില് നമ്മള് കൊച്ചിലെ മത്സര ബുദ്ധി കുത്തിവെച്ച് അവര് ജീവിതത്തിലും ആ ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതെനിക്ക് ഇപ്പോഴും ഞാനത് തിരുത്തി. അതായത് ഇപ്പോ ഞാൻ എൻ്റെ മകളുടെ അടുത്തായാലും ഞാൻ പറയുന്നത്, നീ ഫസ്റ്റ് ആയില്ലേലും കുഴപ്പമില്ല, പക്ഷെ ധർമ്മത്തിൽ മാത്രം. ധർമ്മം എന്ന് പറഞ്ഞതും എനിക്ക് പുതിയൊരു വേർഡായിരുന്നു. അതായത് സാധാരണ ഞാൻ മനസ്സിലാക്കിയത് ഇതിലെത്തുന്നതിന് മുന്നേ ഈവൻ കാലഭൈരവന്റെ അത് സാധനയായാലും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇതെന്താ ഈ ധർമ്മം, ഇതെന്താണ്, എന്തിനാണ് ധർമ്മം? നമുക്ക് നമ്മുടെ ഫാമിലിയിലെ നമ്മൾ വെൽഫെയറിന് വേണ്ടിയിട്ടല്ലേ, ഫാമിലി നല്ലതാവണം, അല്ലെങ്കിൽ കുറച്ച് കാശ് കിട്ടണം, സന്തോഷം വരണം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു നോർമൽ മനുഷ്യന്റെ ആഗ്രഹം. അപ്പൊ ഈ ധർമ്മം എന്ന് പറഞ്ഞാല് പിന്നെ അല്ലെങ്കിൽ ഈ ഭിക്ഷ കൊടുക്കുന്ന ധർമ്മം കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മീനിങ് ആണ് ധർമ്മത്തിന് ഞാൻ വെച്ചിരുന്നത്. പക്ഷെ അതിലും ഉപരി വളരെ വലിയ ഒരു തലമുണ്ട് അതിന്. ധർമ്മം എന്ന് പറയുന്നത് ഒരുവന്റെ കടമ. ആ ഒരു എങ്ങനെയാണോ പ്രപഞ്ചം നമ്മളെ അനുശാസിച്ച് വിട്ടിരിക്കുന്നത്, ഒരു അവനവന് ആത്മസുഖത്തിന് വരുന്നത് അപരന് സുഖത്തിനായി വരണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവനവന്റെ ആത്മസുഖമാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ആത്മസുഖത്തിന് ഓരോന്ന് ചെയ്യുമ്പോൾ അപരന്, മറ്റുള്ളവന് ഒരു ഉപദ്രവം വരരുത്. അങ്ങനെ ജീവിക്കാനാണ് നമ്മൾ കുട്ടികളെ ആയാലും നമ്മളായാലും ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ അങ്ങനെ ആണ് എൻ്റെ മകളെയും വളർത്താൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആരുടെ ആയാലും, ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരോടായാലും ഞാൻ ഇതേ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇനി ഒന്ന് ബിജുവിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ, ബിജുവിന്റെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസും ലൈഫിലെ ആ ഒരു ചേഞ്ചും ഒക്കെ ഒന്ന് ചുരുക്കത്തിലൊന്ന് പറയാമോ? ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ബുക്സിൽ, ഈശോയുടെ ബുക്കിൽ ഒരുപാട് എൻ്റെ വിഷൻ എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഗുരുജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഗുരുജി പേഴ്സണലി മീറ്റ് ചെയ്തായിരുന്നു വെക്കേഷൻ പോയപ്പോൾ. അപ്പോഴും ഗുരുജി എന്നോട് സംസാരിച്ചു. പിന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഗുരുജി പറഞ്ഞ കാര്യമാണ് മാനസികം, ശാരീരികം, ദാമ്പത്തികം, സാമ്പത്തികം, ഈ 4 കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു, ഞാൻ ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്നത്, പക്ഷെ ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആദ്യമായിട്ടായിരുന്നു. പിന്നെ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. മാനസികം എന്ന് പറയുമ്പോൾ കുടുംബത്തിലായാലും വർക്ക് ആയാലും എന്ത് കാര്യമായാലും. ഇപ്പോൾ എനിക്കധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള കാര്യം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചില ഘട്ടത്തിൽ കുറച്ച് ഡൗൺ ആയിപ്പോയ സമയമുണ്ട്. പക്ഷെ
നമ്മൾ പറയാറില്ലേ, അത് പ്രപഞ്ചത്തിന്റെ ശക്തിയോ, പിന്നെ എന്തായിരുന്നാലും എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പാത്ത് തുറന്നു തരുമായിരുന്നു. അത് ഒരു ഗുരു ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഗുരുജി ഇപ്പൊ നമുക്ക് എപ്പോഴായാലും നമ്മുടെ ഒരു ലൈഫിൽ ഒരു വേണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഒരു ഗുരു പല രീതിയിലാവാം. പക്ഷെ എനിക്ക് കിട്ടിയ ഗുരുജി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ പറഞ്ഞാല് ഈ 2 വർഷത്തില് സാമ്പത്തികമായി കുറെ മുമ്പോട്ട് പോയി. ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് അപ്പുറം പോകാൻ പറ്റുന്നുണ്ട്.